ഓവർ ആക്ടിങ് ചേച്ചി. ദൈവമേ പറഞ്ഞേട്ടാ, എന്റെ നട്ടലിന്റെ കസേര പോയി. ഇനി എനിക്ക് എണീറ്റിരിക്കാൻ പറ്റുമോ? അയ്യോ അമ്മ, അച്ഛന്റെ കസാര പോയി. എന്റെ കസേരല്ല മക്കളെ, നട്ടലിന്റെ കസേര. ബാക്ക്ഗ്രൗണ്ട് പശു കാര്യങ്ങളെല്ലാം കാണും. കറക്റ്റ് ഡയലോഗ് പറയാ, ഡിസ്പോസ് ആയി പോവാ. എന്താന്ന് വെച്ചാൽ അതിന്റെ പരിപാടി പോലെ. ഓക്കെ, നമ്മൾ നിൽക്കണ ഫ്രെയിം കൂടെ ഡയറക്ഷൻ ചെയ്ത പാറമാടയിൽ എടുത്തറിയും. രാധയുടെ മധുരമായ സംഭാഷണം. ഞാനിപ്പോ നിൽക്കുന്നത് ദോരയിലാണോ അതോ വൃന്ദാവനത്തിലാണോ? അതല്ലടി, ഇത് S4-ന്റെ S3-യുടെ ഇടയിൽ ഒരു ഞരമ്പുണ്ട്. അതിങ്ങനെ ജാമായിട്ട് താഴോട്ട് തളരുമ്പോൾ നീരും വേദനയും പിന്നെ അത്ര തന്നെ, എണീറ്റ് അടക്കാൻ പറ്റില്ല. പിന്നെ കാല് മുറിക്കേണ്ടി വരുമോ? കാല് മുറിക്കേണ്ടി വരില്ല. അയ്യോ, ഒന്ന് നിർത്താമോ? ഈ വെറൈറ്റി കണ്ട് എനിക്ക് മടുത്തു. എടാ, ആ ബക്കറ്റ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണേ. അച്ഛൻ വിളിക്കുമ്പോ ചില ലേറ്റ് ആയില്ലേ ഡ്രൈവർ ബാലു ദേഷ്യപ്പെടും. ആ കാര്യം ഞാൻ മറന്നു. എന്ത് കാണിച്ചാലും കൂടെ നിൽക്കാനും കൈയടിക്കാനും സ്വന്തം പ്രൊട്ടക്ഷനിൽ തന്നെ പിന്നെ ആളുണ്ട്. അതൊന്നും ഇവിടെ കുഴപ്പമില്ല. ശ്രീകുട്ട, എന്റെ സ്വഭാവം നിനക്കറിയാലോ. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്. നല്ലത് ചെയ്യാൻ പോയി അവസാനം ഞാൻ തെറ്റിയായിരുന്നേ. കയ്യില് തല ഇട്ടിടിച്ച എങ്ങനെ ജനങ്ങളെല്ലാം കൂടെ കൂട്ട നിലപടി. കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര കൈയടി. ഇറങ്ങി നോക്കി വന്നതെന്നറിയാം. ഈ ചിറകൻ ഫ്രണ്ട് ടയറിൻ്റെ അറ്റത്ത് ഇങ്ങനെ നടക്കണം. മൂക്ക് ടയർ മുട്ടി വലിയ എളുത്തിയെടുത്ത് ഇത് കണ്ടോണ്ട് വന്നൊരു അമ്മാവൻ പറയണത്, എവിടെ നോക്കിയാടാ ലോറി എടായി കളായി പറയടാ ചെറുകനടുത്ത്. എടാ, ലോറി ഡ്രൈവർ ഉണ്ടല്ലോ, നിനക്ക് തന്നത് 2ാം ജമ്മുവാണ്. എന്ന് അയാളെ കാല് തൊട്ട് തോടാന്ന്. എന്നിട്ട് ചേട്ടനല്ലേ അവാർഡും കിട്ടിയ? അവാർഡ് കിട്ടിയ